ഇനി ചെങ്കടലിൽ യുദ്ധത്തിൻ്റെ കാലഘട്ടം തന്നെയാണ്. ഒരു കാരണവശാലും ചെങ്കടൽ മേഖലയിൽ ഹൂതികൾക്കൊരു മേധാവിത്വമോ ഒരു തരത്തിലുള്ള ആക്രമണ പദ്ധതികൾ ഇനി ആവിഷ്കരിക്കാനോ അവസരം നൽകില്ല എന്നുള്ള ശക്തമായ സന്ദേശം തന്നെയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഈ അടുത്തായി ചെങ്കടലിൽ ചരക്ക് കപ്പലുകൾക്ക് നേരെ ഹൂതികൾ നടത്തിയ ആക്രമണം ഒരിക്കലും പൊറുക്കാൻ കഴിയാത്തതാണ്. അതിനുള്ള ശക്തമായ മറുപടി അത് അമേരിക്കയും ബ്രിട്ടനും നൽകി പോരുകയാണ്. ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള കേന്ദ്രങ്ങളിൽ യുദ്ധവിമാനങ്ങളിലൂടെ ശക്തമായ ബോംബിംഗ് നടത്തി വ്യാപകമായ നാശനഷ്ടങ്ങൾ തന്നെയാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. ഹൂതികൾക്കുള്ള വലിയൊരു മുന്നറിയിപ്പായി ഇതിനെ നോക്കി കാണാവുന്നതാണ്. നിരന്തരം ചരക്ക് കപ്പലുകൾക്ക് നേരെ നടത്തുന്ന ആക്രമണത്തിനുള്ള തിരിച്ചടിയാണ് ഈ നടപടിയെന്നും അമേരിക്ക തന്നെ പറയുന്നുണ്ട്. യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ അമേരിക്കയും ബ്രിട്ടനും ഒരുമിച്ച് തന്നെയാണ് ഈ വ്യോമാക്രമണം നടത്തിയിരിക്കുന്നത്. ചെങ്കടലിൽ രാജ്യാന്തര കപ്പലുകളെ ലക്ഷ്യമിട്ട് ഏറെക്കാലമായി, എന്തിനേറെ പറയുന്നു, 1 വർഷക്കാലമായി ഹൂതികൾ നടത്തുന്ന ആക്രമണങ്ങൾക്കുള്ള ആദ്യത്തെ തിരിച്ചടിയാണ് ഇപ്പോൾ നൽകുന്നത്. ഇത്രയും നാൾ തിരിച്ചടിക്കാത്തത് കൊണ്ട് തന്നെ അവർ ഭയന്ന് മാറിയിരിക്കുന്നു എന്നുള്ള ഒരു മനോനിലയായിരിക്കണം ഹൂതികൾക്കുണ്ടായിരുന്നത്. പക്ഷേ തിരിച്ചടി ഉണ്ടാകുമെന്ന ഭയം ഇനി അവരെ അലട്ടുന്നതായിരിക്കും. ഇനി ഒരിക്കലെങ്കിലും ഒരാക്രമണത്തിലെങ്കിലും തയ്യാറെടുക്കുമ്പോൾ ഈ തിരിച്ചടി അവർ ഓർത്തിരിക്കും. ചെങ്കടലുകളെ യുദ്ധക്കപ്പലുകളിൽ നിന്നും പറന്നുയർന്ന അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ യമനിലെ ഹൂതി ശക്തി കേന്ദ്രങ്ങളിലേക്ക് ശക്തമായ പ്രത്യാക്രമണം തന്നെയാണ് നടത്തിയത്. തലസ്ഥാനമായ സന, ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള തുറമുഖമായിട്ടുള്ള ഹുദൈദ, ചരിത്ര നഗരമായ ധമർ തുടങ്ങിയ 12ഓളം കേന്ദ്രങ്ങളിലാണ് യുദ്ധവിമാനങ്ങൾ ബോംബിംഗ് നടത്തിയത്. ഈ അടുത്തായി 27ഓളം കപ്പലുകൾക്കെതിരെയാണ് ഹൂതികൾ ആക്രമണം നടത്തിയത്. അതിന് ചോദിക്കുമ്പോഴുള്ള മറുപടി എന്ന് പറയുന്നത് ഗാസയിൽ നടത്തുന്ന ആക്രമണത്തിനുള്ള തിരിച്ചടി എന്ന രീതിയിലാണ്. അതിനായി കപ്പൽ പാതയിലൂടെ പോകുന്ന എല്ലാ കപ്പലുകളെയും ആക്രമിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഇസ്രയേലിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള വിരോധമുണ്ടെങ്കിൽ അത് മറ്റ് രാജ്യങ്ങൾക്ക് നേരെയോ അല്ലെങ്കിൽ ഇതുപോലുള്ള കപ്പലുകൾക്ക് നേരെയോ അല്ല തീർക്കേണ്ടത്. പല തവണയായി ഇത് ആവർത്തിച്ചു പോരുകയാണ്. എന്തിനേറെ പറയുന്നു, ഈ അടുത്ത് ഇന്ത്യ തന്നെ ഇടപെട്ട് ഒരു രക്ഷാപ്രവർത്തനം നടത്തിയതും നമുക്കറിയാവുന്നതാണ്. ഇന്ത്യയിലേക്ക് എത്തിയ ചരക്ക് കപ്പലിനെ ചില അജ്ഞാതർ ആരാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. എന്നിരുന്നാലും ഹൂതികളെ തന്നെയാണ് സംശയിക്കുന്നത്. അത് ഇന്ത്യൻ നാവികസേന മാർക്കോസ് ഇടപെട്ട് തന്നെയാണ് രക്ഷപ്പെടുത്തിയത്. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു ആക്രമണത്തിന് കൂടി നേതൃത്വം നൽകിയിരിക്കുന്നത്. തുർക്കിയിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്ന ട്രക്ക് കാരിയറും ഇതുപോലെ തന്നെ പിടിച്ചെടുത്തൊരു സംഭവം ഉണ്ടായിരുന്നു. ചരക്ക് കപ്പലുകൾ സംരക്ഷിക്കാനുള്ള നടപടികൾക്ക് എല്ലാവിധ പിന്തുണയുമാണ് ഇന്ത്യ നൽകുന്നത്. അതറിയിച്ചുകൊണ്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയുമായി ആശയവിനിമയം നടത്തി. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു ആക്രമണം നടന്നിരിക്കുന്നത്. ഏകദേശം 10 രാജ്യങ്ങളുടെ പിന്തുണയോടെയാണ്, ഓസ്ട്രേലിയ, കാനഡ, ബഹ്റിൻ തുടങ്ങിയ 10 രാജ്യങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നതെന്നും അമേരിക്ക തന്നെ പറയുന്നുണ്ട്. ആക്രമണത്തിന് അമേരിക്കയും ബ്രിട്ടനുമാണ് മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് അവർ കനത്ത വില നൽകേണ്ടി വരുമെന്നാണ് ഹൂതി വക്താവിൻ്റെ ഭീഷണി. എന്നാൽ ഈ ഭീഷണിയൊക്കെ തന്നെ കാറ്റിൽ പറത്തി പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് തന്നെയാണ് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. അമേരിക്കയ്ക്കും ബ്രിട്ടനുമെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നീക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ മുൻപന്തിയിൽ ഇന്ത്യ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇറാൻ്റെ പിന്തുണയുള്ള സായുധ സംഘമായ ഹൂതികൾ 2 മാസമായി ചെങ്കടലിൽ ഇതുപോലെ പലതരത്തിലുള്ള വിധ്വംസക പ്രവൃത്തികൾ ചെയ്തു പോരുകയാണ്. ചരക്ക് കപ്പലുകൾക്ക് നേരെ കനത്ത ആക്രമണം നടത്തുകയാണ്. മിസൈൽ ആക്രമണവും ഡ്രോൺ ആക്രമണവും ഒക്കെ തന്നെ കടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ശക്തമായ മറുപടിയായി തന്നെയാണ് ഇതിനെ നോക്കി കാണേണ്ടത്.